നമസ്കാരം. ചിക്കമംഗളൂരുവിൽ വെച്ച് ആദ്യം കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത 10ാം ക്ലാസ്സുകാരി ശ്രീനന്ദയുടെ മരണം കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ സംശയം. കുട്ടി ഒറ്റയ്ക്ക് മലമുകളിലേക്ക് എങ്ങനെ പോകുമെന്നും മരിച്ച ശ്രീനന്ദയുടെ ബന്ധുക്കൾ ചോദിക്കുന്നു. കാണാതായ ദിവസം തന്നെ കൃത്യമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ശ്രീനന്ദയെ രക്ഷിക്കാമായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഡോഗ് സ്ക്വാഡ് കയറി ചെന്ന കടയിലെ ആളെയും സംശയിക്കുകയാണ്. കടക്കാരനെ പോലീസ് ചോദ്യം ചെയ്യില്ലെന്നും കുടുംബം കുറ്റപ്പെടുന്നു. കടമ്പഴിപ്പുറത്ത് നിന്നുള്ള 40 അംഗ സംഘത്തിനൊപ്പമാണ് 10ാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ ചിക്കമംഗളൂരുവിലെത്തിയത്. വൈകിട്ട് 5:20 വരെ മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടി വെറും 5 മിനിറ്റിനുള്ളിലാണ് അപ്രത്യക്ഷമായതെന്നും കുടുംബം പറയുന്നു. ശ്രീനന്ദ വെള്ളച്ചാട്ടം കണ്ട ശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. മൃതദേഹം കിട്ടിയ ചെരുവുള്ള പ്രദേശം ഗ്രൗണ്ടിന് മറുവശമാണ്. ആ ഭാഗത്തേക്ക് കുട്ടി പോയിട്ടില്ല. കാണാതായത് വ്യൂ പോയിന്റിൽ നിന്നാണ്. മൃതദേഹം കിട്ടിയ ഇടത്ത് ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. ശ്രീനന്ദ ചെറിയ സ്വർണ്ണ മോതിരം ധരിച്ചിരുന്നു. ഇത് കാണാതായിട്ടുണ്ട്. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ബാബാബുദനഗിരിക്ക് താഴെ ഹർഷനഗുബയിൽ 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. മൃതദേഹം ശ്രീനന്ദയുടേതാണെന്ന് പാലക്കാട് SI സുനിൽ സ്ഥിരീകരിച്ചു. 200 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടയിലാണ് മൃതദേഹം കിട്ടുന്നത്. കാണാതായ ദിവസം വന്ന വാഹനങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നിരുന്നു. കേരള പോലീസും തിരച്ചിലിൽ പങ്കെടുത്തു. പ്രദേശത്ത് നിരവധി ഭിക്ഷക്കാരും തെരുവിൽ ഉറങ്ങുന്നവരും ഉണ്ടായിരുന്നു. അവരറിയാതെയും ഒന്നും സംഭവിക്കില്ല. പക്ഷേ പോലീസ് അവരെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വന്ന് തട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഈ സ്ഥലം വ്യൂ പോയിന്റ് എന്നും അപകട സ്ഥലമല്ലെന്നും പ്രദേശവാസി ജോൺ പറഞ്ഞു. പ്രദേശത്തെ കടക്കാരനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ സംഘം അത് ചെയ്തില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഫോട്ടോ എടുക്കാനായിരുന്നില്ല അവിടേക്ക് പോയതെന്നും കാര്യം വ്യക്തമാണ്. കഷ്ടിച്ച് 5 മിനിറ്റിലാണ് കുട്ടിയെ കാണാതായതെന്നും അവർ പറയുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ശ്രീനന്ദയെ കാണാതാകുന്നത്. പിന്നീട് പ്രദേശത്ത് മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞതിനാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. കാണാതായ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് CCTV ഉള്ളത്. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നായ സമീപത്തുള്ള കടയുടെ പരിസരത്തേക്കും എത്തിയിരുന്നു. ഇതാണ് കടക്കാരനെ സംശയിക്കാൻ കാരണം. എന്നിട്ടും പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. കാണാതായ ദിവസം തന്നെ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകളാണ് ശ്രീനന്ദ. പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റ് 10 പേർ കൂടി സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 4 അംഗ പോലീസ് സംഘം കേരളത്തിൽ നിന്ന് ചിക്കമംഗളൂരുവിലെത്തിയിരുന്നു. ഇവരുടെ കൂടി നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയത്. പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത ഒരു മലയിടുക്കിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. മകളെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയം കുടുംബം ആദ്യമേ പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ചും കുടുംബത്തിന് വലിയ പരാതികളുണ്ട്.